ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് 3rd ചാപ്റ്റർ സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ പ്രോബ്ലമാണ്. പേജ് നമ്പർ 59 വരുന്ന 4th പ്രോബ്ലം. അപ്പോൾ അതിൽ കലണ്ടറിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു കലണ്ടറിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. ആസ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം, മാർക്ക് ദ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ഇൻ ദ കലണ്ടർ, മാർക്ക് ദ 4 numbers in the corners. Calculate the products of the diagonal pairs of the numbers and find the difference. And do this in the square of any 9 numbers. Explain using algebra why the difference is always 28 in all cases. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ നമ്മുടെ കലണ്ടറിൽ ഏതെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ തന്നെ 9 നമ്പേഴ്സ് വരുന്നൊരു സ്ക്വയർ സെലക്ട് ചെയ്യുന്നു. മറ്റോടത്ത് നമ്മൾ ബോട്ടം കോർണറും ലെഫ്റ്റും റൈറ്റ് നമ്പേഴ്സാണ് സെലക്ട് ചെയ്തത് അല്ലേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ. പക്ഷേ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കോർണേഴ്സിലെ നമ്പേഴ്സാണ്. ആ കോർണേഴ്സിലെ നമ്പേഴ്സുകളുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 28 കിട്ടുന്നതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് അവരോട് തന്നിട്ടുണ്ട് അതേ 15 × 3 ചെയ്യുമ്പോൾ 45, 1 × 17 ചെയ്യുമ്പോൾ 17 എന്നും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 45 17 മൈനസ് ചെയ്തപ്പോൾ 28 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ഒരു കലണ്ടറിൻ്റെ പ്രോബ്ലം ചെയ്തിരുന്നു. അത് നമ്മൾ ടോപ്പും ബോട്ടം അങ്ങനത്തെ വെച്ചാണ് ചെയ്തത്. അതായത് ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ തന്നിട്ട് ഈ 9ൻ്റെ ടോപ്പിലെ ബോട്ടത്തിലെയും നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ടും അതുപോലെ 8 10 ഇൻറ്റു ചെയ്യാം. അത് ഡിഫറൻസ് കണ്ടിട്ട് 48 കിട്ടി നമുക്ക് അല്ലേ. അങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഓൾജിബ്രയൊക്കെ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോർണേഴ്സിലെ നമ്പേഴ്സ്, അതായത് മിഡിൽ നമ്പർ 9 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കോർണേഴ്സിലെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് കണ്ട് ഡിഫറൻസ് കണ്ടാൽ 28 കിട്ടുന്നതാണ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ സ്ക്വയറിനെ ഞാനിവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം അല്ലേ. 1 ഇൻറ്റു ഇത് ഇവർ തന്നിട്ടുള്ളത് തന്നെയാണ്. 1 × 17 ഇസ് ഈക്വൽ ടു 17. ഇനി 15 × 3, 15 × 3 എന്ന് പറയുമ്പോൾ അത് 45 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 45 മൈനസ് 17 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 എന്ന് കിട്ടും. ഇതുപോലെ നമ്മളോട് വേറൊരു സ്ക്വയർ നമ്മളോട് എടുത്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലേത് 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ എടുത്തിട്ട് അതിൽ മിഡിൽ നമ്പർ വെച്ച് കോർണേഴ്സിലെ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള കണ്ടതിന് ശേഷം ഡിഫറൻസ് കണ്ടാൽ നമുക്ക് 28 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വേറൊരു സ്ക്വയർ എടുത്തിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിനി വേറൊരു സ്ക്വയർ നമുക്ക് ഈ ഒരു സ്ക്വയർ എടുക്കാം അല്ലേ. 1 2 3 ഇങ്ങനെ 9 നമ്പേഴ്സ് വരുന്ന ഈ ഒരു സ്ക്വയർ എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. 9 നമ്പേഴ്സ് ഉൾപ്പെടണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ മിഡിൽ നമ്പർ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ മിഡിൽ നമ്പർ 13 ആണ്. പിന്നെ അതുപോലെ തന്നെ കോർണേഴ്സിൽ വരുന്ന നമ്പർ 5 7 19 21. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം കോർണേഴ്സിലെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 5 × 21 ചെയ്യുക. 5 × 21 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. ഇനി അടുത്തത് 7 × 19, 19 × 7, 19 × 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 133 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഓക്കെ, അപ്പോൾ 133 നിന്ന് 105 മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോറോ ചെയ്തു. ഇവിടേക്ക് അത് എത്രയായി? 13. അപ്പോൾ 8 5 13, ബാക്കി ഇവിടെ 2 അല്ലേ. അപ്പോൾ 2 ഇറക്കിയിട്ടു. നമുക്ക് വീണ്ടും ഇവിടെ 28 കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കേസിലും അത് കറക്റ്റായി അല്ലേ. അപ്പോൾ ഇതാണ് അവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ ഇതുപോലെ 9 നമ്പേഴ്സ് വരുന്ന സ്ക്വയറുകൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ മിഡിൽ നമ്പറിൻ്റെ കോർണേഴ്സിൽ വരുന്ന നമ്പേഴ്സുകളുടെ പ്രൊഡക്റ്റുകൾ കണ്ട് അത് ഡിഫറൻസ് കണ്ടാൽ നമുക്ക് 28 കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു ഓൾജിബ്ര ഉണ്ടാക്കണം. അപ്പോൾ ഓൾജിബ്ര നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കോളത്തിനെ നമുക്കൊന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ ഇതിലെ നമ്പേഴ്സ് നടുക്കിലത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ 9നെ ഞാൻ എന്ത് ചെയ്യുകയാണ്? എക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ഈ കോർണറിൻ്റെ നമ്പറിനെ ഞാൻ എങ്ങനെ എഴുതും?
ഒന്ന് കിട്ടണമെങ്കിൽ ഈ നടുക്കിലത്തെ നമ്പറിൽ നിന്ന് 8 കുറയ്ക്കണതല്ലേ 1 എന്ന് പറയുന്നത്. ഈ 9ൽ നിന്ന് നമുക്ക് 8 കുറച്ചാൽ ഈ 1 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയൂടെ x - 8 എന്ന് എഴുതിയൂടെ. ഇനി ഈ 3നെയോ 9ൽ നിന്ന് എത്ര കുറച്ചാലായി 3 കിട്ടുക. 9ൽ നിന്ന് 6 കുറച്ചാൽ 3 കിട്ടും. അപ്പോൾ നമ്മളിവിടെ 9നെ x ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ x - 6 എന്ന് എടുക്കാം. ഇനി ഇവിടെ 15 ആണ് അല്ലേ. ഈ കോർണറിൽ നമുക്ക് കോർണേഴ്സിലെ നമ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ 9ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക. 9ൻ്റെ കൂടെ നമുക്ക് എത്ര കൂട്ടിയാലാണ് 15 കിട്ടുന്നത്. 9ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടുമല്ലോ. അപ്പോൾ അത് x + 6 എന്ന് ഇവിടെ എഴുതാം. ഇനി 9 17 ആവാനോ 9ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 17 കിട്ടുക. 8 കൂട്ടുക. അപ്പോൾ x + 8 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അത് ഓൾജിബ്ര, അതായത് എക്സിൻ്റെ ടേംസിൽ അതിനെയൊക്കെ എഴുതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ പ്രൊഡക്ട്സ് അല്ലേ, കോർണേഴ്സിലെ നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ്. അതായത് x - 8 ഇൻറ്റു x + 8, അതാണ് ഈ കോർണറിലെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്താൽ കിട്ടുക. ഇനി ഇതോ ഈ കോർണർ, ഈ രണ്ട് കോർണറുകൾ, അത് x - 6 ഇൻറ്റു x + 6 അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇത് എന്ത് ഫോമിലാണ് എടുക്കുന്നത്. അതായത് x - y ഇൻറ്റു x + y. അങ്ങനെ ഒരു ഓൾജിബ്രയിൽ നമ്മൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ. അതായത് x + y ഇൻറ്റു x - y ഇസ് ഈക്വൽ ടു x² - y² അല്ലേ. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെ എഴുതാം, ഇതിന് നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതാം. ഇതിന് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓൾജിബ്ര എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പോൾ x ഇൻറ്റു ഈ x, അപ്പോൾ x² എന്ന് കിട്ടും. പിന്നെ x ഇൻറ്റു ഈ 8, അപ്പോൾ +8x. ഇനി -8 ഇൻറ്റു x -8x, -8 ഇൻറ്റു 8 -64. അപ്പോൾ ഇത് ഈ കേസിൻ്റെ. അടുത്തത് x - 6 ഇൻറ്റു x + 6 ചെയ്യാം. അപ്പോൾ x ഇൻറ്റു x x², x ഇൻറ്റു +6 +6x, -6 ഇൻറ്റു x -6x, -6 ഇൻറ്റു 6 -36. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിൽ നമുക്ക് ഈ +8x -8x ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അതുപോലെ ഇവിടെയും 6 +6x -6x ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ എന്താണുള്ളത്, മുകളിൽ നമുക്കിനി x² - 64 ഉണ്ട്. ഇവിടെയോ, ഇവിടെ നമുക്ക് x² - 36 ഉണ്ട്. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ വന്നത് x² - y² ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. x + y ഇൻറ്റു x - y. അങ്ങനെ ഒരു ഓൾജിബ്ര നമുക്കിവിടെ കിട്ടും അല്ലേ. അതായത് ഇതിനെ എക്സ്പാൻഡ് ഇതിനെ ചെയ്തപ്പോഴല്ലേ നമുക്കിത് കിട്ടിയത്. അതായത് x - 8 ഇൻറ്റു x + 8 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, x² - 64. നോക്കിക്കേ, x², ഈ 64നെ നമുക്ക് എന്ത് എഴുതാം, 8ൻ്റെ സ്ക്വയറിന് എഴുതിയൂടെ. അപ്പോൾ നമുക്ക് x² - 8ൻ്റെ സ്ക്വയറിനെ x - 8 ഇൻറ്റു x + 8 ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. അതുപോലെ ഇതിനെയും നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. എന്താണ്, x² - 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയറാണ്, ഈക്വൽ ടു x - 6 ഇൻറ്റു x + 6. അപ്പോൾ ഈ ഇക്വേഷൻ ഏത് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു ഓൾജിബ്രിക് ഫോമിൽ കിട്ടും. ഓക്കെ. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം 28 കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ രണ്ട് നമ്പേഴ്സുകൾ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് പരസ്പരം എന്ത് ചെയ്യണമെന്നാ, മൈനസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് x² - 36 എന്ന് മൈനസ് x² - 64 ചെയ്യാം. അപ്പോൾ x² - 36 അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഈ മൈനസ് കൊണ്ട് അല്ലേ. അപ്പോൾ മൈനസ് ഇൻറ്റു x² എന്ന് പറഞ്ഞാൽ -x², മൈനസ് ഇൻറ്റു -64 എന്ന് പറഞ്ഞാൽ +64. അപ്പോൾ ഇവിടെ +x² ഉണ്ട്, ഒരു -x² ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി എന്താ ഉള്ളത്, -36ഉം +64ഉം. അപ്പോൾ 64ൽ നിന്ന് -36, 64ൽ നിന്ന് 36 മൈനസ് ചെയ്ത് എത്ര കിട്ടും, 28 കിട്ടും. ഓക്കെ. അപ്പോൾ അത് പ്രൂവ് ചെയ്തു അല്ലേ. അത് പ്രൂഫ് ശരിയായി. അതായത് 28 കിട്ടുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെയല്ലേ കിട്ടിയത്, 28 കിട്ടി, ഇവിടെയും 28. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾജിബ്ര വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 28 തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ.
ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. എ സ്ക്വയർ ഹാസ് എ പെരിമീറ്റർ 20 cm. എ റെക്റ്റാങ്കിൾ ഹാസ് വൺ സൈഡ് 2 cm ലോങ്ങർ ആൻഡ് വൺ സൈഡ് 2 cm ഷോർട്ടർ ദാൻ എ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് സ്ക്വയർ ആൻഡ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവരോട് ഒരു സ്ക്വയറിൻ്റെ ഒരു റെക്റ്റാങ്കിളിൻ്റെയും കേസാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഒരു റെക്റ്റാങ്കിളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ നമുക്കറിയാം അല്ലേ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, സൈഡൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡൊന്നും തന്നിട്ടില്ല. പക്ഷെ അവർ പറയാണ് ഈ സ്ക്വയറിൻ്റെ സൈഡിനേക്കാളും ഇതിൻ്റെ ഒരു സൈഡ് 2 cm കൂടുതലും, അതായത് ഒരു സൈഡ് 2 cm കൂടുതൽ അത് ഏതായിരിക്കും, ലെങ്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ 2 കൂടുതലാണ് റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ്. ഇനി ഈ സ്ക്വയറിൻ്റെ തന്നെ സൈഡിൻ്റെ 2 ഷോർട്ടറാണ് മറ്റേ സൈഡ്, അതായത് റെക്റ്റാങ്കിളിൻ്റെ മറ്റേ സൈഡ്. അപ്പോൾ ഇതിൻ്റെ 2 ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 അല്ലേ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ക്വയറിൻ്റെ സൈഡുകൾ നമ്മൾ എല്ലാം എക്സ് എന്നെടുത്തു, കാരണം ഇവിടെ പ്രത്യേകിച്ച് അവർ സ്ക്വയറിൻ്റെ സൈഡുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും എക്സ് എന്നെടുത്തു. അവർ തന്നിരിക്കുന്നത് സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അത് ഈ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 2 കൂടുതലാണ് ഒരു സൈഡ് 2 കുറവാണെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്ത കാരണം ഒരു സൈഡ് x+2 എന്ന് എടുത്തു. ഇതിൻ്റെ മറ്റേ സൈഡ് 2 കുറവാണെന്നല്ലേ പറഞ്ഞത്, ഇതിനേക്കാളും ഇതിൻ്റെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സിനേക്കാളും. അപ്പോൾ x-2 എന്ന് എടുത്തു. അപ്പോൾ ഇങ്ങനെ 2 ഇത് കിട്ടി നമുക്ക്. ഇനി ഇതിൽ നമുക്ക് പറയാവുന്നൊരു കാര്യം, ഇവർ തന്നെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ്? 4 ഇൻറ്റു സൈഡ് അവർ 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഇൻറ്റു ഇവിടെ നമ്മുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ് അല്ലേ നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ 4x = 20 എന്ന് എഴുതാം. ഇനി ഇതിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ, 20/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് എന്താണ്? 5 ആണ്, ഇത് 5 ആണ്. അപ്പോൾ ഇതും 5 ആയി, ഇതും 5 ആയി. അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും നമുക്ക് 5 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഇതിൻ്റെ പെരിമീറ്റർ കിട്ടണം. അപ്പം നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്ക്വയറിൻ്റെ സൈഡിൻ്റെ x+2 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എക്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ 5 എന്ന്, ഇതിൻ്റെ ഒരു സൈഡ് 5 എന്ന് കണ്ടുപിടിച്ചു. അതിനേക്കാളും 2 കൂടുതലാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ലെങ്ത്ത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ലെങ്ത്ത് എന്ത് കിട്ടും? ഈ x+2 എന്ന് പറയുമ്പോൾ ഇത് x+2 = 5+2 അല്ലേ. ഇത് 5 ആണ് എക്സ് എന്ന് കിട്ടിയത്, അപ്പോൾ ഇത് 7 എന്ന് കിട്ടും. ഇനി ഇവിടെയോ x-2 ആണല്ലേ ഇത്, അതായത് 5 - 2, അപ്പോൾ ഇത് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡ് നമുക്ക് 7 എന്നും ഈ സൈഡ് നമുക്ക് 3 എന്നും കിട്ടി. ഓക്കെ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ് കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്കതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എന്താ? പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താ? നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 2 × L + B അല്ലേ. അപ്പോൾ 2 × Lൻ്റെ അവിടെ 7 കൊടുക്കുക, പ്ലസ് ബിയുടെ അവിടെ 3 കൊടുക്കുക. സോ 2 × 7 3 കൂട്ടിയ 10 അല്ലേ. അപ്പോൾ ഇതും നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 20 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയ കാണാനാണ്. ഇതിൻ്റെയും സ്ക്വയറിൻ്റെ ഏരിയ കാണണം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ. എന്താണ് ഏരിയ ഓഫ് എ സ്ക്വയർ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ 5 × 5 അല്ലേ. 5 × 5 അതായത് 25 സെൻറ്റിമീറ്റർ. ഇവിടെയൊക്കെ സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ 25 സെൻറ്റിമീറ്ററാണ് ആരുടെ ഏരിയ? നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് കിട്ടി. അടുത്തത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കണേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാണ്? 7. അപ്പോൾ 7 × ബ്രെഡ്ത്ത് എത്രയാണ്? 3 അല്ലേ. എന്താ കണ്ടുപിടിച്ചത്? 3. അപ്പോൾ 21 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി.
അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 21 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. പിന്നെ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്ക് എത്ര കിട്ടി? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇത് ആറാമത്തെ പ്രോബ്ലമാണ്. 6th പ്രോബ്ലം. വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലോങ്ങർ ദാൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് the other side is equally shorter than the side of the square. What can we say about the perimeter of the square and rectangle? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, വിച്ച് ഹാസ് ദ ലാർജർ ഏരിയ, ദ സ്ക്വയർ ഓർ ദ റെക്റ്റാങ്കിൾ. അതായത് അവർ പറയണത് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന് സ്ക്വയറിൻ്റെ സൈഡിനേക്കാളും എന്താണ്, ഒരു സൈഡിന് ഈക്വലി ഷോർട്ടർ ദാൻ, ഒന്ന് ലോങ്ങർ ദാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഈക്വലി ഷോർട്ടർ ദാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് വീതമാണെന്ന് വിചാരിക്കുക. നമുക്ക് എത്രയാണെന്നൊന്നും ഇവിടെ തന്നിട്ടില്ല. എന്നിട്ട് അവർ പറയാണ് ഒരു വേറൊരു റെക്റ്റാങ്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിനേക്കാളും എത്രയോ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിനൊരു y എന്നെടുക്കാം, എക്സ് പ്ലസ് വൈ. അതായത് ഇതിൻ്റെ സൈഡിനേക്കാളും ഒരു എമൗണ്ട് കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത്തിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡ് അത്ര തന്നെ ഈക്വലി ഷോർട്ടർ ദാൻ, അതായത് ഇതെത്രയാണോ കൂട്ടിയത് അതേ നമ്പർ തന്നെ കുറവാണ് അതിൻ്റെ നെക്സ്റ്റ് സൈഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എക്സ് ആണെങ്കിൽ അതിനേക്കാളും ഒരു സംഖ്യ കൂടുതലാണ്, ഒരു എമൗണ്ട് കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതേ അളവ് കുറവാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കൂടെ എത്രയാണോ വൈ കൂട്ടിയത് അത് തന്നെ എക്സിന്ന് വൈ കുറച്ചതായിരിക്കും അതിൻ്റെ എന്ത് വരിക, ബ്രെഡ്ത്ത് വരിക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇനി അതെന്ന് നമ്മളോട് പറയുന്നത് വാട്ട് ക്യാൻ വി സേ അബൌട്ട് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്ററിൻ്റെയും സ്ക്വയറിനെയും കുറിച്ച് നമുക്ക് എന്ത് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ്, ആദ്യം നമുക്ക് സ്ക്വയർ നോക്കാം. സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കാണാറ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ, ഇതെല്ലാം കൂടെ കൂട്ടിയതല്ലേ, അതായത് 4 × x അല്ലേ. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ആണ്, 4x കൂട്ടണതാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. അതിന് പകരം നമുക്ക് 4 കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ നോക്കാം. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? 2 × L + B ആണ് അല്ലേ. ഇതാണ് ഇവിടുത്തെ L എന്ന് പറയുന്നത്, ഇതാണ് ഇവിടുത്തെ ബി എന്ന് പറയുന്നത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ല, ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയും. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലിന് പകരം എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കാം, ബിക്ക് പകരം എക്സ് മൈനസ് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് 2 × എക്ക് പകരം എല്ലിന് പകരം നമുക്ക് എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി പ്ലസ് ബിക്ക് പകരം എക്സ് മൈനസ് വൈ ഇങ്ങനെ കൊടുത്തു. ഇനി അപ്പോൾ 2 × x + y + x - y അല്ലേ. ഇതിൽ നോക്കിയേ വൈയും ക്യാൻസൽ ചെയ്യും. ഇവിടെ എന്താ ഉള്ളത്? 2x. അപ്പോൾ 2 × 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 4x. അപ്പോൾ നോക്കിയേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വി ക്യാൻ സേ അബൌട്ട് പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ എന്നല്ലേ. അപ്പോൾ സ്ക്വയറിനെ കുറിച്ച് റെക്റ്റാങ്കിളിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ നോക്കിയേ? സ്ക്വയറിൻ്റെ പെരിമീറ്ററും 4x എന്ന് കിട്ടി, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും 4x എന്ന് കിട്ടി. അപ്പോൾ നമുക്കതിന് എന്തെഴുതാം? ദെയർ പെരിമീറ്റേഴ്സ് ആർ ഈക്വൽ അല്ലേ. പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. ഇവിടെ രണ്ടും എന്താണ്? ഈക്വലാണ്. ഇനി അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഹാസ് ദ ലാർജർ ഏരിയ, സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ. ഇതിലേതിനാണ് ഏരിയ കൂടുതലെന്ന്. അപ്പോൾ നമുക്ക് അടുത്തത് അതിൻ്റെ ഏരിയകൾ നോക്കാം. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ നോക്കാം ആദ്യം. ഏരിയ ഓഫ് സ്ക്വയർ എന്താ കിട്ടുക നമുക്ക്? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. എന്താ ഇക്വേഷൻ? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ.
അപ്പോൾ ഇവിടെ ഒരു സൈഡ് എക്സ് അല്ലേ, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് അല്ലേ, അതായത് എക്സ് സ്ക്വയർന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഏരിയ വരിക, സ്ക്വയറിൻ്റെ ഏരിയ വരിക. അടുത്തത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ത് വരും, നമ്മൾ പഠിച്ചിട്ടുള്ളത് എൽ ഇൻറ്റു ബി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എൽ എന്താ, എക്സ് പ്ലസ് വൈ അല്ലേ, അതവിടെ ഇട്ട് കൊടുക്കുക, ഇൻറ്റു നമ്മുടെ ബി എന്താ, എക്സ് മൈനസ് വൈ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് കിട്ടുക നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിൽ നിന്ന് വൈ സ്ക്വയർ മൈനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ചെറുതാവാനല്ലേ ചാൻസ്, ഇതല്ലേ വലുതാവാൻ ചാൻസ്. അപ്പോൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. ഇതിൻ്റെ അർത്ഥം ഈ എക്സ് സ്ക്വയറിന് എന്തോ ഒരു നമ്പർ കുറച്ചു എന്നാണ്. ഇത് എക്സ് സ്ക്വയറും, അപ്പോൾ ഇത് എക്സ് സ്ക്വയറിന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ആ നമ്പർ ചെറുതാവും. അപ്പോൾ ഇവിടെ ഏതാ വലുത്, എക്സ് സ്ക്വയർ. അപ്പോൾ ആരാണ് ഈ എക്സ് സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ സ്ക്വയർ ഏരിയ ഓഫ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ആയിരിക്കും ഗ്രേറ്റർ.